തീർച്ചയായും അഭിലാഷേ, ഇതാണ് ആ നേത്രാവതി പുഴ. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ധർമ്മസ്ഥലയിൽ നിന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ നേത്രാവതി പുഴ ഒരു പുണ്യ നദിയായാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്. പക്ഷേ ഇവിടെ നിന്നും വരുന്ന വാർത്തകളൊന്നും അത്ര നല്ലതല്ല. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രക്ഷേപണം ഏത് സമയത്തും തടസ്സപ്പെട്ടേക്കാം, എന്തു വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ മാധ്യമ പ്രവർത്തനം അതിന്റെ അങ്ങേയറ്റം ഏത് സ്ഥലത്ത് പോയും റിപ്പോർട്ട് ചെയ്യാൻ ഒരു മാധ്യമ പ്രവർത്തകന് അവകാശമുണ്ട്. അത് കാട്ടിക്കൊടുക്കുക എന്ന് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യപ്പെടുന്നത്. ആരെയും വെല്ലുവിളിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷമുണ്ടാക്കാനോ ഒന്നുമല്ല. പക്ഷേ സത്യങ്ങൾ, മണ്ണിൽ മൂടപ്പെട്ട സത്യങ്ങൾ അതെല്ലാം പുറത്തു വരണം. അതിന് മൂക സാക്ഷിയാണ് നേത്രാവതി പുഴ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. രൗദ്രഭാവത്തോടു കൂടിയാണ് നേത്രാവതി പുഴ ഒഴുകുന്നത്. ഒരുപാട് സംഭവങ്ങൾക്ക് മൂക സാക്ഷി കൂടിയാണ് ഈ നേത്രാവതി പുഴ. വിശ്വാസികൾക്കിത് പുണ്യ നദിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഇത്തരത്തിൽ രാവിലെ മുതലെത്തി ഈ സ്നാനഘട്ടത്തിൽ ഇവിടെ മുങ്ങുന്നു, അത്തരത്തിലുള്ള പുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുന്നു. ഇത് ദക്ഷിണ കർണാടകയിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെയും അതുപോലെ തന്നെ ഉപജീവനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണെന്ന് പറയേണ്ടി വരും. അഭിലാഷ്, മംഗലാപുരത്തിന് സമീപം അറബിക്കടലിലാണ് ഇത് ചേരുന്നത്. അതായത് നേത്രാവതി നദി ഈ മംഗലാപുരവുമായി ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. മംഗലാപുരത്ത് നമുക്കറിയാം, നേത്രാവതി പാലമൊക്കെ നമ്മൾക്ക് അറിയാം. ഇതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ജലസേചന മാർഗം കൂടിയാണിത്. അത്തരത്തിൽ വലിയ കാര്യങ്ങൾ ഈ ഒരു നേത്രാവതി പുഴയിലുണ്ട്. നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ സ്ഥലം, ഇതാണ് ആ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന ആ സ്ഥലം. ഇവിടെ കാണുന്ന ഈ മാലിന്യങ്ങളൊക്കെ മാറ്റി ഇത്തരത്തിലുള്ള ഈ നദിയുടെ കര അത്ര വൃത്തിയായി സൂക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. ഇവിടെ ഈ ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെട്ട ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്ന ഏത് സമയത്തും ഈ സംപ്രേഷണം തടയപ്പെടാം. ഒരു പക്ഷേ ആക്രമണം ഉണ്ടായേക്കാം. അതൊന്നുമല്ല, നമുക്ക് അത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കാനൊന്നുമല്ല നമ്മൾ ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങിയത്. സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം എവിടെയും നടത്താൻ സാധിക്കണം. ഏത് അനീതി കണ്ടാലും അത് തുറന്നു പറയാൻ ഒരു മാധ്യമ പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം, ആ സ്ഥാപനത്തിന് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയതും ഇത്തരത്തിലൊരു റിപ്പോർട്ടിംഗ് ചെയ്യുന്നതും. എന്തായാലും ഇതൊരു ഡി ഗ്യാങ്ങിന്റെ താവളം കൂടിയായ ഒരു സ്ഥലമാണ്. ഇവിടെ എത്തുന്ന ഒരുപാട് ആളുകളെ തട്ടിക്കൊണ്ടുപോയതായും അത്തരത്തിലുള്ള നിരവധി ആളുകൾ നമ്മളോട് തന്നെ നേരിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടി നേത്രാവതി പുഴയുടെ ദൃശ്യങ്ങൾ കാണാം. ഒരു പക്ഷേ അധികം സമയം ഇവിടെ നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ ഏത് സമയത്തും ഇവിടുന്ന് പോകേണ്ട സാഹചര്യം വന്നേക്കാം. നമുക്ക് കൃത്യമായി കാണാം, ഇതൊരു മിനി ഡാമാണ്. ആ മിനി ഡാമിൽ നിന്നും ഇത്തരത്തിൽ ശക്തമായി ഒഴുകുന്ന നേത്രാവതി പുഴ ദൃശ്യങ്ങളെയൊക്കെ കാണാം. അദ്ദേഹത്തിന്റെ ശുചീകരണ തൊഴിലാളിയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയായിരുന്നു അദ്ദേഹത്തിന് ഈ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതും. അത്തരത്തിലുള്ള പല അദ്ദേഹത്തിന് ഇപ്പോൾ വെളിപ്പെടുത്തിയതനുസരിച്ച് മാനസിക സമ്മർദ്ദമുണ്ടാക്കിയ പല കാര്യങ്ങളും ഉണ്ടായത് ഇവിടെ നിന്നാണ് ഇദ്ദേഹത്തെ ഈ കൂട്ടിക്കൊണ്ടുപോയി ഈ മൃതദേഹങ്ങളൊക്കെ ഇതിന് തൊട്ട് സമീപത്ത് അല്പസമയം മുമ്പ് നമ്മൾ പ്രക്ഷേപണം ചെയ്ത ആ സ്ഥലം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ മാത്രം മാറി ആണ് ആ സ്ഥലമുള്ളത്. വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലം. നമുക്ക് ഈ നേത്രാവതി പുഴയുടെ അക്കരെ കാണാം. അതൊരു വനം, നിറയെ വനങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. പുണ്യ നദിയാണ് വിശ്വാസികൾക്ക്. ഇവിടെ മുങ്ങി എടുത്താൽ പല സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, പല ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തുന്നു, വിശ്വാസത്തോടുകൂടി എത്തുന്നു. അതൊന്നും നമ്മളെതിരല്ല, വിശ്വാസത്തിനൊന്നും ആരുടെയും വിശ്വാസത്തിനെതിരല്ല. പക്ഷേ അനീതി നടന്നിട്ടുണ്ട്, നീതി നിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തുറന്നു കാട്ടുകയാണ് ന്യൂസ് 18 ലക്ഷ്യം. ഇതിനെല്ലാം സത്യങ്ങൾ കുടിച്ചു മൂടപ്പെട്ട ഓരോ സത്യങ്ങളും പുറത്തു വരണം. അഭിലാഷ്, അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട പുതിയ ഒരു വാർത്ത വരുന്നു, അതുകൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും 2 ഉദ്യോഗസ്ഥർ പിന്മാറിയെന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകാൻ കഴിയും. നിലവിൽ 2 ഉദ്യോഗസ്ഥർ ആ അന്വേഷണത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. കൂടാതെ ഈ ട്രസ്റ്റ് ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ നേത്രാവതി പുഴയുടെ പരിസരത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറും. തീർച്ചയായും ബൈജു സൂചിപ്പിക്കുന്ന പോലെ 2 ഉദ്യോഗസ്ഥർ ആ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറുന്നുവെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയ്ക്ക് കൂടുതൽ ആധികാരികത കൈവരികയാണ്. കാരണം മറുഭാഗത്ത്, അതായത് ആർക്ക് നേരെയാണോ അന്വേഷണം എത്തേണ്ടത്, അവർ ദുർബലർ അല്ല,
വലിയ സ്വാധീനമുള്ള ആളുകൾ ആണ്, ഭരണകൂടത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവർ ആയിരുന്നു. കാരണം 1978 മുതൽ ദുരൂഹമായ ഒട്ടേറെ മരണങ്ങൾ ഒരേ പ്രദേശത്ത് സംഭവിക്കുമ്പോൾ പോലും അതിലൊന്നുപോലും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രവുമല്ല, ഒരമ്മ അനന്യ ഭട്ട് എന്ന പെൺകുട്ടിയുടെ അമ്മയുടെ യാചന, അവളുടെ ഒരു അസ്ഥിയെങ്കിലും തരൂ എനിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ്. അങ്ങനെയുള്ള അമ്മമാരുടെ വിലാപങ്ങൾക്കൊന്നും ഇതുവരെയും ഉത്തരം കണ്ടെത്തിയിട്ടില്ല. അതിനൊരു ഉത്തരം കണ്ടെത്താൻ ഒരു പക്ഷേ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത്. അവിടെയും ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാകുന്നവർ പിന്മാറുന്നുവെങ്കിൽ അതിൻ്റെ കാരണമെന്ത് എന്ന് അവർ പറയേണ്ടതുണ്ട്. അത് സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാകാം, അതല്ല എങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഘത്തിന് നേരെ അന്വേഷണത്തിന് ധൈര്യപ്പെടുന്നില്ല എന്നതുകൊണ്ടാകാം. തീർച്ചയായും അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമ്പോൾ അത് ആക്ഷൻ കൗൺസിലിനടക്കം വലിയ ആശ്വാസമാകുന്ന ഒന്നായിരുന്നു, പ്രത്യേകിച്ച് DGPയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം. എന്തായാലും ആക്ഷൻ കൗൺസിൽ നിർദ്ദേശിച്ച അംഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. പക്ഷേ ആളുകൾ പിന്മാറുന്നുവെങ്കിൽ ആരെങ്കിലുമൊക്കെ ഈ സംഘത്തിൻ്റെ ഭാഗമായി സത്യം പുറത്തറിയണം എന്ന നിലയിൽ ഉദ്യോഗസ്ഥ തലത്തിലും ഉണ്ടാകുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഒപ്പം ബൈജു ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ ശുചീകരണ തൊഴിലാളി തൊഴിൽ ചെയ്തിരുന്ന ഇടമാണല്ലോ ഇവിടം. അതായത് ഈ ജോലിക്ക് പുറമേ ആയിരുന്നു ഇത്തരം മൃതദേഹങ്ങളടക്കം മറവ് ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ആ തൊഴിലാളിക്ക് ഉണ്ടായത്. ഈ പുഴയിലടക്കം മൃതദേഹങ്ങൾ വന്നുവെങ്കിൽ അതൊന്നും അബദ്ധവശാൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ അങ്ങനെ അപകടം സംഭവിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്നുള്ള മൃതദേഹങ്ങൾ ഒഴുകിയെത്താം. പക്ഷേ അതൊന്നുമല്ല, പുഴയിലേക്ക് എറിഞ്ഞ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ ഇല്ലാതാക്കാൻ പുഴയിൽ ഉപേക്ഷിക്കപ്പെട്ട മൃതദേഹങ്ങൾ, അതായിരുന്നു ഈ പുണ്യനദിയിലൂടെ ഒഴുകിയെത്തിയത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അതുതന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. ഈ അസ്വാഭാവിക നിലയിൽ ഒരുപാട് മൃതദേഹങ്ങൾ, ഒരു പക്ഷേ ധർമ്മസ്ഥല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ 484 വിവരാവകാശപ്രകാരം നൽകിയ കേസുകളിൽ പലതും ഇവിടെ നിന്നും ലഭിച്ച മൃതദേഹങ്ങളാണ്. അതെല്ലാം ആത്മഹത്യകളാണ്. മാത്രമല്ല ഈ മലയാളിയായ പത്മലതയുടെ മൃതദേഹം, അതും ഈ നേത്രാവതി പുഴയിലെ ഈ സമീപത്താണ് ഇത്തരത്തിൽ വന്നറിഞ്ഞത്. അതായത് 56 ദിവസം കഴിഞ്ഞ് 2 കൈയും 2 കാലും കൂട്ടിയിട്ട നിലയിൽ അസ്ഥികുടമായാണ് നേത്രാവതി പുഴ ആ കുടുംബങ്ങൾക്ക് തിരിച്ചു കൊടുത്തത്, മൃതദേഹമായി തിരിച്ചു കൊടുത്തത്. പക്ഷേ അതിനെല്ലാം മൂകസാക്ഷിയാണ് നേത്രാവതി പുഴ. എന്തായാലും ഇതുവരെ ഒരു മാധ്യമ പ്രവർത്തകർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലം, ഇതുവരെ ഒരു ദൃശ്യവും ഇവിടെ നിന്നും. യെസ്, ബൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ബൈജു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ബൈജുവിന് നിരീക്ഷണ കണ്ണുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്ന് എത്രത്തോളം ഇത് തുടരാൻ പറ്റുമെന്ന് പോലും അറിയില്ല. കാരണം ഇതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ വിഷയമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നറിഞ്ഞാൽ അത് തടസ്സപ്പെടുത്തുവാനുള്ള നീക്കങ്ങളടക്കം ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒരു പക്ഷേ അങ്ങനെയുള്ള ഡി ഗ്യാങ്ങിന് അല്പമെങ്കിലും ഭയപ്പാടുണ്ടായിട്ടുണ്ടാകണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്.